ഹലോ ആൾ സീക്വൽ സെർവറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് കോറിലേറ്റഡ് സബ് ക്വറി എന്താണെന്ന് നോക്കാം. എന്താണ് കോറിലേറ്റഡ് സബ് ക്വറി? കോറിലേറ്റഡ് സബ് ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് ക്വറി അതിന്റെ ഔട്ടർ ക്വറിയുമായിട്ട് ഏതെങ്കിലും വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോറിലേറ്റഡ് സബ് ക്വറി. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സെയിം എക്സാമ്പിൾസ് തന്നെയാണ്. രണ്ട് ടൈപ്പിലുള്ള സബ് ക്വറി നമ്മൾ എഴുതി. ഒന്ന് വേർ കണ്ടീഷനകത്തുള്ള സബ് ക്വറിയും ഒന്ന് സെലക്റ്റിനകത്ത് എഴുതുന്ന സബ് ക്വറിയും. അപ്പോൾ രണ്ട് സബ് ക്വറിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ ഈ രണ്ട് സബ് ക്വറി നമ്മളിവിടെ കാണാം. അപ്പോൾ എന്താണ് കോറിലേറ്റഡ് സബ് ക്വറി? അപ്പം കോറിലേറ്റഡ് സബ് ക്വറിക്ക് മുമ്പായിട്ട് നമുക്ക് നോൺ കോറിലേറ്റഡ് സബ് ക്വറി നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതിനകത്തെ സബ് ക്വറി ഏതാണ്? അതായത് സെലക്ട് പ്രൊഡക്റ്റ് ഐ ഡി ഫ്രം ദ സെയിൽസ്. ഇത് ഇൻഡിപെൻഡന്റ് സബ് ക്വറിയാണ്. ഇതിന്റെ ഔട്ടർ ക്വറിയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഒരു നോൺ കോറിലേറ്റഡ് സബ് ക്വറിയാണ്. പക്ഷേ രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് മുതൽ നമുക്കിവിടെ പ്രൊഡക്റ്റ് ഇവിടം വരെയാണ് നമുക്ക് അതിന്റെ സബ് ക്വറി വരുന്നത്. അപ്പോൾ ഇത്രയും നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് നമ്മളുടെ വെളിയിൽ ഔട്ടർ ക്വറിയിലെ പ്രൊഡക്റ്റ് ഐ ഡിയുമായിട്ട് ഇവിടുത്തെ നമ്മുടെ ഇന്നർ സബ് ക്വറിയിലെ പ്രൊഡക്റ്റ് ഐ ഡി മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സബ് ക്വറിക്ക് നമ്മളുടെ ഔട്ടർ ക്വറിയുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരുന്നു നമ്മളിത് ഈ സബ് ക്വറി മാത്രമായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എറർ അടിക്കും. കാരണം എന്താണ്? ഇതിന്റെ പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ ക്വറിയിൽ നിന്ന് വരുന്ന വാല്യൂ ആണ്. അപ്പം ഈ സബ് ക്വറിക്ക് ഇതിന്റെ ഔട്ടർ ക്വറിയുമായിട്ട് ഇങ്ങനൊരു റിലേഷൻ ഉള്ളതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് കോറിലേറ്റഡ് സബ് ക്വറി. അതായത് ഒരു സബ് ക്വറി ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ കോറിലേറ്റഡ് സബ് ക്വറി. അപ്പോൾ ഇതാണ് കോറിലേറ്റഡ് സബ് ക്വറിയും നോൺ കോറിലേറ്റഡ് സബ് ക്വറിയും തമ്മിലുള്ള ഡിഫറൻസ്. താങ്ക് യു.